The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay. See, in the last class, we completed our 7th chapter, that is directing. I think all are clear. Okay. Today, we are going to discuss the next chapter, that is 8th chapter, that is controlling. See, we know that managerial function commences with planning and end at controlling. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു? പ്ലാനിങ്ങിൽ തുടങ്ങി കൺട്രോളിങ്ങിൽ അവസാനിക്കുന്നു അല്ലേ? മാനേജീരിയൽ ഫങ്ഷൻസ്. സോ പ്ലാനിങ് ഇൻവോൾവ് വാട്ട്? സെറ്റിംഗ് അപ്പ് ദ ഒബ്ജക്റ്റീവ്സ് അല്ലേ? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. വൈൽ കൺട്രോളിങ് സീക്സ് ടു എൻഷുർ പെർഫോമൻസ് ആസ് പെർ പ്ലാൻ. പ്ലാൻ പ്രകാരമാണോ പെർഫോമൻസ് ഉള്ളത് എന്നുള്ളത് നോക്കുന്നതാണ് ആക്ച്വലി ഏത് കൺട്രോളിങ്ങിൽ വരുന്നത്. സോ കൺട്രോളിങ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫേം ടു പ്ലാൻഡ് ആക്ടിവിറ്റീസ്. പ്ലാനിങ് കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിങ്, ഉറപ്പുവരുത്തുക എന്ന പ്രക്രിയ. എന്ത്? ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫേം ടു പ്ലാൻഡ് ആക്ടിവിറ്റീസ്. യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതാണ് ആക്ച്വലി ഏത് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. സോ ഇറ്റ് ഈസ് ദ ഇവാലുവേഷൻ ആൻഡ് കറക്ഷൻസ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കറക്ഷൻസ് നടത്തുക ഒക്കെ ചെയ്യുന്നതാണ് ആക്ച്വലി ഏത് കൺട്രോളിങ്ങിൽ വരുന്നത്. ഓക്കെ, the definition of controlling, that is according to Coons and O'Donnell, define controlling. See, controlling is the measuring and correcting of activities of subordinates. See, സബോർഡിനേറ്റ്സിൻ്റെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നു അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ടു അസ്യൂം ദാറ്റ് ഈവൻസ് കൺഫേം ടു പ്ലാൻസ്. നമ്മളൊരു കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ ഈ സബോർഡിനേറ്റ്സ് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുകയാണ് ഏതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് സബോർഡിനേറ്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ആക്ച്വലി ഏത് കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ management control is the process by which managers assume that resources are obtained and used effectively in the accomplishment of organizational objectives. എന്ന് വേണമെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാം. റോബർട്ട് ആന്റോണിയുടെ ഡെഫിനേഷൻ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആക്ച്വലി കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്ലാൻഡ് ആക്ടിവിറ്റീസ് പ്രകാരം തന്നെയാണോ ആക്ച്വൽ ആക്ടിവിറ്റീസ് നടക്കുന്നുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് ആക്ച്വലി ഏത് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. ദ ഫസ്റ്റ് വൺ അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. ദ ഫസ്റ്റ് വൺ അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. സോ ദ കൺട്രോളിംഗ് ഫംഗ്ഷൻ മെഷേഴ്സ് progress towards the organizational goals
reveals deviation if any, indicate corrective actions. See, controlling functions എന്ത് ചെയ്യുന്നു, measures progress towards the organizational goals and reveals the deviation if any, indicate corrective actions. So thus it helps an organization to be on the right track and to achieve its goals. That is the first one. And the second one, judging accuracy of standards. See, controlling helps in verifying the accuracy of standard. So it reviews and revises the standards in accordance with the changing environment. അല്ലേ, എൻവയോൺമെന്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സ്റ്റാൻഡേർഡ്സിനകത്തും എന്തെങ്കിലും മാറ്റങ്ങൾ വേണോ എന്നുള്ളതൊക്കെ നോക്കാൻ ഈ കൺട്രോളിംഗ് കൊണ്ട് സാധിക്കുന്നു. സോ ദാറ്റ് ഈസ് ജഡ്ജിങ് അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്. ആൻഡ് ദെൻ എൻഷുർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. സോ control system helps to minimize wastage of resources, and then each activity is performed in accordance with predetermined standards. So this ensure effective and efficient utilization of resources. Okay, that is ensure efficient use of resources. And then improve employee motivations. See, under a good control system, employee know in advance what they are expected to do. അല്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എംപ്ലോയിക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണെങ്കിൽ നല്ലൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ. സോ ദ സ്റ്റാൻഡേർഡ് ഓൺ ദ ബേസിസ് ഓഫ് which performance will be evaluated are also known to them. So employee motivation is therefore improved. Okay, and ensure order and discipline. See, controlling create an atmosphere of order and discipline in the organization. Okay, and the next one, facilitates coordinations. See, controlling provides direction to all activities and effort in the organizations. So each department and employee is governed by predetermined standards. So this result in the unity of action in pursuit of common purpose. So these are the importance of controlling. Okay, next one, limitations of controlling. See, the first one, difficulty in setting quantitative standards. See, control loses its effectiveness when standards of performance cannot be fixed in quantitative terms. അതായത് control loss its effectiveness. കൺട്രോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ്സിന് നഷ്ടമാകുന്ന എപ്പോഴാണ് നഷ്ടപ്പെടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ when standard of performance cannot be fixed, അല്ലേ, in quantitative termsൽ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഫിക്സ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് കൺട്രോൾ നഷ്ടപ്പെടുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മെഷർ human behavior and employee morale. Okay, that is one of the drawbacks. And second one, little control on external factors. See, an organization cannot control the external factors. See, these factors may be government policy, technical changes, change in faction. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലേ? സോ അതുകൊണ്ടാണ് ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരു ഡ്രോബാക്സിൽ വരുന്നത്. ആൻഡ് ദെൻ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. സി, so employees may resist in these functions of the management, so they see it as a restrictions of their freedom, അല്ലേ? അത് നമ്മൾ ഫ്രീഡത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എംപ്ലോയീസ് കരുതുന്നത്. ഫോർ എക്സാമ്പിൾ, പ്ലേസിംഗ് ഓഫ് CCTV മേ റെസിസ്റ്റ് ബൈ എംപ്ലോയീസ്, അല്ലേ? അവർ ജോലി ചെയ്യുന്ന ഭാഗത്ത് ഒരു CCTV വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് തോന്നും നമ്മളെ എന്താണ്, നമുക്കൊരു ഫ്രീഡം ഇല്ല എന്നുള്ള രീതിയിൽ ആർക്ക് തോന്നും? എംപ്ലോയീസിന് തോന്നും, അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് അതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോസ്റ്റ്ലി അഫയേഴ്സ് ഓർ എക്സ്പെൻസീവ്. സോ ദ എക്സസൈസ് ഓഫ് കൺട്രോൾ റിക്വയർ എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. So it is time consuming and expensive functions.
So a small enterprise cannot afford to install an expensive control system. ചെറിയ ഒരു സ്ഥാപനമാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഒരു കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. സോ ദ എൻറ്റയർ പ്ലാനിങ് പ്രോസസ് വിൽ ട്യൂൺ ടു ബി വേസ്റ്റ് unless adequate control measures are exercised. അല്ലേ, മതിയായത്ര കൺട്രോൾ മെഷേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാനിങ് പ്രോസസ്സ് എന്താണ്, വേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ മേ ബി സം അപ്പ് ആസ് ഫോളോസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, പ്ലാനിങ് ആൻഡ് കൺട്രോൾസ് ആർ ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ആൻഡ് ഇൻസെപ്പറബിൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. സോ വിത്തൗട്ട് എ പ്ലാൻ ദർ ഈസ് നത്തിങ് ടു കൺട്രോൾ. പ്ലാൻ ഇല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ ഒന്നുമില്ല. സോ ദസ് പ്ലാനിങ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് കൺട്രോൾ ആൻഡ് കൺട്രോൾ ഈസ് യൂസ്ലെസ് വിത്തൗട്ട് പ്ലാൻ എന്നാ പറയാം അല്ലേ. ഓക്കെ, ദാറ്റ്. And then second one, planning and controlling are interrelated and in fact reinforce each other in the sense that planning makes controlling easier and effective, and controlling reveals the shortcoming of plans and cause for the improvement in future. Okay, and then planning is looking ahead while controlling is looking back. So planning is forward looking function as a plans are prepared for future period, and controlling is the postmortem of the past activities. അല്ലേ, പാസ്റ്റ് ആക്ടിവിറ്റീസ്, കഴിഞ്ഞു പോയ ആക്ടിവിറ്റീസിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ് കൺട്രോളിങ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫൈൻഡ് ഔട്ട് ദ ഡീവിയേഷൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ. സോ ദാറ്റ് ഇറ്റ് ഈസ് എ ബാക്ക്വേർഡ് ലുക്കിംഗ് ഫങ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിന് ബാക്ക്വേർഡ് ലുക്കിംഗ് ഫങ്ഷനാണ് ഏത്? കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും. സോ ഹൗഎവർ some people argues that controlling is also forward looking function എന്ന് പറയാറുണ്ട്. So as it provide valuable informations of past experience for future planning. അല്ലേ, കഴിഞ്ഞ കാലങ്ങളിലുള്ള എക്സ്പീരിയൻസ് എന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കിട്ടുന്നു, അത് വെച്ചുകൊണ്ട് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുകൊണ്ട് അങ്ങനെയായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ചില ആളുകൾ പറയുന്നു പ്ലാനിങ് നമ്മളെ കൺട്രോളിങ് എന്ന് പറയുന്നതും ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻസ് ആണെന്നും ചില ആളുകൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. Next one, very important one, controlling process or steps in controlling process. So the first one, controlling is the systematic process involving the following steps. The first one, establishing standard of performance. Second one, measurement of actual performance. Third one, comparison of actual performance with the standard. Fourth one, analyzing deviation. Fifth one, taking corrective actions. കൺട്രോളിൽ വരുന്ന 5 സ്റ്റെപ്സ് ഉണ്ട്. ആ 5 സ്റ്റെപ്സ് വൃത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഫിക്സ് ചെയ്യുക. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ ഈസ് ടു സെറ്റ് എ സ്റ്റാൻഡേർഡ് ഫോർ ദി പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ്സ് ആർ ഡിറ്റർമൈൻഡ് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ടു ബി അറ്റൈൻഡ്. എന്ത് ലക്ഷ്യമാണ് നേടിയെടുക്കേണ്ടത്, എന്ത് ഒബ്ജക്റ്റീവ്സ് ആണ് അറ്റൈൻ ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ഫിക്സ് ചെയ്യാൻ? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ. സോ സ്റ്റാൻഡേർഡ് സെർവ് ആസ് എ ബെഞ്ച്മാർക്ക് ടുവേഴ്സ് വിച്ച് ആൻ ഓർഗനൈസേഷൻ സ്ട്രൈവ്സ് ടു വർക്ക്. സോ ഇറ്റ് ഈസ് ദ ക്രൈറ്റീരിയൻ അഗെയിൻസ്റ്റ് which actual performance can be compared. Okay, so generally standard is expressed in terms of quality, quantity, cost and time. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. So the standard should be simple ആയിരിക്കും, attainable ആയിരിക്കണം, definite ആയിരിക്കണം, reasonable ആയിരിക്കണം and quantitative and flexible. ഈ രീതിയിലായിരിക്കും ഏത് സെറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യേണ്ടത്. Okay, that is the first one. And then second one, measurement of actual performance. See,
അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, ഇന്ന രീതിയിൽ പെർഫോം ചെയ്യണമെന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു. സോ ആഫ്റ്റർ ദാറ്റ് ദ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഇങ്ങനെ ആയിരിക്കണം എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് നമ്മൾ റിയൽ സിറ്റുവേഷനിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് അവിടെ നടക്കും. സോ വൺസ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ് എന്നാണ്. സോ ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് output both quantitative and qualitatively. So there are several techniques for measurement of performance. Performance measure ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. This include the personal observation, sample checking, performance report, etc. See, as far as possible, performance should be measured in same units in which standards are set as this would make their comparison easier. അല്ലേ? അപ്പോൾ കമ്പാരിസൺ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ നമുക്ക് എന്താ പറയുക, പെർഫോമൻസ് സെയിം യൂണിറ്റ്സിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു, അതിനനുസരിച്ച് റിയൽ സിറ്റുവേഷനിലേക്ക് റിയൽ പെർഫോമൻസ് നടക്കും. റിയൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം അല്ലേ? അപ്പോൾ തേർഡ് സ്റ്റെപ്പ് ആയിരിക്കും എന്ത്, കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. See, the third steps in control process is the comparison of actual performance with the standard. So it reveals that deviation from the standard, if the performance matches the standard, it may assume that everything is under control. ഇത് തമ്മിൽ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെ പോലെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതെല്ലാം കൺട്രോൾഡ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിലോ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, സോ ആൻഡ് ദ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ്, analyzing the deviations. See, at this stage the extent of deviation and causes of such deviations are to be found out. അല്ലേ? ഈ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ഡീവിയേഷൻസ് കണ്ടെത്തുക, എന്തുകൊണ്ട് ഡീവിയേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ എത്ര അളവ് വരെ ഡീവിയേഷൻ പോയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസർട്ടൈൻ വെദർ ഡീവിയേഷൻസ് ആർ വിത്തിൻ ദി എക്സ്പെക്റ്റഡ് റേഞ്ച്. അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്ത റേഞ്ച് വരെയാണോ ഡീവിയേഷൻസ് ഉള്ളത്, അതോ ഡീവിയേഷൻ കീ ഏരിയ ഓഫ് ബിസിനസ് റിക്വയർ അർജന്റ് അറ്റൻഷൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമാണ് ഡീവിയേഷൻ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവിടെ പൂർണ്ണമായിട്ട് അവിടെ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ മാനേജേഴ്സ് ക്യാൻ റിലേ ഓൺ ദ ഫോളോയിങ് റിഗാർഡ്സ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ല നമ്മൾ ഡീവിയേഷൻസ് ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ, ഡീവിയേഷൻസ് ഒരുപാട് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ മച്ച് അറ്റൻഷൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പം മാനേജേഴ്സ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ അല്ലെങ്കിൽ CPs, critical point control എന്ന് പറയുന്ന ഒരു മെഷേഴ്സ്. See, the control measures should be focused on key result areas which are critical in the success of an organization. See, control measures എവിടെയായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്, ഓൺ കീ റിസൾട്ടഡ് ഏരിയ എന്ന് പറയും. കീ റിസൾട്ടഡ് ഏരിയ അല്ലേ, അവിടെ കാരണം ആ മെയിൻ ആയിട്ടുള്ള മേഖലയിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ വേറാസ് ക്രിട്ടിക്കൽ ഇൻ ദി സക്സസ് ഓഫ് an ഓർഗനൈസേഷൻ. ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സക്സസിനെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യും. സോ ദീസ് കീ റിസൾട്ട് ഏരിയ ആർ ദി ക്രിട്ടിക്കൽ പോയിന്റ്. അതിനെ ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് പറയുക. ഇഫ് എനിത്തിങ് ഗോസ് റോങ്, ഏതെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ആസ് ദിസ് ക്രിട്ടിക്കൽ പോയിന്റ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ വിൽ സഫർ. അപ്പോൾ അത് എന്തെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഓർഗനൈസേഷൻ മുഴുവനായിട്ട് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ കൺട്രോൾ മെഷേഴ്സ് എവിടെ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ കീ റിസൾട്ട് ഏരിയയിൽ ഫോക്കസ് ചെയ്യണം. സോ എക്സാമ്പിൾ, 5% increase in labor cost is a serious matter than 20% increase in the postal charges. 5% ലേബർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് സീരിയസ് മാറ്റർ ആണ്. 20% പോസ്റ്റൽ ചാർജ് കൂട്ടുന്നതിനേക്കാൾ സീരിയസ് മാറ്റർ ആണ് 5% ലേബർ കോസ്റ്റ് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏത് മേഖലയിലാണ് ഡീവിയേറ്റ് ആവുന്നത് അവിടെ സ്പെഷ്യൽ കോൺസെൻട്രേഷൻസ് കൊടുക്കണം അല്ലേ, അത് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോളിൽ വരുന്നത്. ഇനി അതുപോലുള്ള മറ്റൊരു ടേമാണ് മാനേജ്മെന്റ് ബൈ എക്സംഷൻസ് എന്ന് പറയും. കൺട്രോൾ ബൈ എക്സെപ്ഷൻസ് എന്ന് പറയും. എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾ ഡീവിയേഷൻസ് നീഡ് നോട്ട് ബി ബ്രോട്ട് ടു ദി അറ്റൻഷൻ ഓഫ് ടോപ്പ് മാനേജ്മെന്റ്.
മാനേജ്മെൻറ്റ്. എല്ലാ ഡീവിയേഷൻസും ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നില്ല. സോ ഓൺലി ദോസ് ഡീവിയേഷൻസ് വിച്ച് സീം എക്സ്ട്രീംലി ഹൈ, എക്സെപ്ഷണലി ഹൈ ആൻഡ് വിച്ച് കനോട്ട് ബി ഈസിലി സോൾവ്ഡ് ബൈ ദി ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ളവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഡീവിയേഷൻസ് മാത്രമേ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുള്ളൂ. സോ എലോൺ ഷുഡ് ബി റിപ്പോർട്ട് ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലേ. അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ളവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് ലെവലിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടുള്ളൂ. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്, കൺട്രോൾ ബൈ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 2% ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ കോസ്റ്റ് ആക്ച്വലി നീഡ് നോട്ട് ബി റിപ്പോർട്ടഡ് അല്ലേ. അത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. വേറാസ് ഇഫ് ഇറ്റ് ഈസ് ഫാർ ബിയോണ്ട് ദ ലിമിറ്റ് ആണെങ്കിലോ ദ സേ 10% increase, it require immediate attention of management on the priority basis അല്ലേ. സോ അതാണ് പറയുന്നത്. സോ ഇൻ അതർ വേർഡ്സ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹൈലി എക്സെപ്ഷണൽ മാറ്റേഴ്സ് ഓൺലി ആൻഡ് റുട്ടീൻ മാറ്റേഴ്സ് വിൽ ബി ഹാൻഡിൽഡ് ബൈ ദി ലോവർ ലെവൽ മാറ്റേഴ്സ്, ലോവർ ലെവൽസ്. സി ഹൈ ലെവൽ മാനേജ്മെന്റ് ഏത് മാത്രമാണ് പറയുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഹൈലി എക്സെപ്ഷണൽ മാറ്റേഴ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡീൽ ചെയ്യുന്നുള്ളൂ. ബാക്കി റുട്ടീൻ മാറ്റേഴ്സ് മുഴുവൻ മറ്റ് ലോവർ ലെവലിലുള്ള മാനേജ്മെന്റ് ആണ് ഡീൽ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്സ് ആണ് ഡീവിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. സി ആസ് സൂൺ ആസ് ഡീവിയേഷൻസ് ആർ റിപ്പോർട്ടഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ആൻ എക്സിക്യൂട്ടീവ് ടു ടേക്ക് സ്റ്റെപ്സ് ടു കറക്റ്റ് ദ പാസ്റ്റ് ആക്ഷൻസ് അല്ലേ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഡീവിയേഷൻ സംഭവിച്ചു അതിനുള്ള റീസൺസ് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട് എന്നാണ് പറയുന്നത്, എക്സിക്യൂട്ടീവ്സിന് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡീവിയേഷൻ മേ നോട്ട് occur again and plans are properly executed. So if there is no deviation or if the deviation is within the permissible limit, let them situation remains as it adanu parnirikkunnu. So at times the deviations may be such that which cannot be rectified and beyond the control of management, they may take necessary decision by modifying the goals and standards. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ല നമുക്ക് ഡീവിയേഷൻസ് നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറമാണ് ഡീവിയേഷൻ വന്നിട്ടുള്ളതെങ്കിൽ, നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കാണ് ആയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഗോൾസും സ്റ്റാൻഡേർഡ്സും ഒന്നുകൂടെ എന്ത് ചെയ്യേണ്ടി വരും, മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതാണ് സ്റ്റെപ്സ്, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സിൽ വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി examples for corrective actions. The first one, causes of deviations. The first one, defective materials ആണെന്ന് കരുതുക. അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ ദ സപ്ലയർ ഓർ ക്വാളിറ്റി. ആൻഡ് ഡിഫക്റ്റീവ് മെഷീനറി ആണെങ്കിലോ റിപ്പയർ ഓർ റീപ്ലേസ്. ആൻഡ് ദെൻ കറക്റ്റീവ് ആക്ഷൻസ് ആണ് പറയുന്നത്. ദെൻ ഇൻക്രീസ് ഇൻ ലേബർ ടേൺ ഓവർ ആണെങ്കിലോ ഇംപ്രൂവ് ദ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് പ്രൊവൈഡ് ബെറ്റർ ഇൻസെൻറ്റീവ്സ്. ഓക്കെ. ഇനി ഈ ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോളും മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻസ് പറഞ്ഞില്ലേ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? അത് രണ്ടും ചെയ്യുമ്പോൾ ഇറ്റ് സേവ് ടൈം ആൻഡ് എഫേർട്ട് ഓഫ് ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൻഡ് as they deal with only significant deviations. Okay. At the same time it is focus managerial attention on important area അല്ലേ, important ഏരിയയിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഇൻക്രീസ് ദ മൊറൽ ഓഫ് ദി എംപ്ലോയീസ്. And it identify critical problems which lead timely action to keep organization in right track. Okay, think all are clear. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. The next topic, techniques of managerial control. See, the managerial control techniques broadly classified into two, that is traditional techniques and modern techniques. See, traditional techniques means these are the techniques used by company for long time. These techniques haven't become obsolete and still being used. അത് ട്രഡീഷണൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്ന ടെക്നിക്സുകളാണ്. ഇത് ഇന്നും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് സോ അതിനകത്ത് വരുന്ന ടെക്നിക്സ് കൺട്രോൾ, മാനേജർ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് പേഴ്സണൽ ഒബ്സർവേഷൻ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ.
ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ, കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സുകൾ. അതിൽ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് ഈസ് ദ മോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് കൺട്രോൾ. Personal observation enables the manager to collect the first-hand information about the employees. Employees-നെ കുറിച്ച് ആദ്യമായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ പേഴ്സണൽ ഒബ്സർവേഷനിലൂടെ. സോ ഇറ്റ് ക്രിയേറ്റ് സൈക്കോളജിക്കൽ പ്രഷർ ഓൺ എംപ്ലോയി ടു പെർഫോം വെൽ ആസ് ദേ ആർ പേഴ്സണലി ഒബ്സർവ്ഡ് അല്ലേ. അവർ പേഴ്സണലായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കും. സോ ബട്ട് ഇറ്റ് ഈസ് ദ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇറ്റ് കനോട്ട് ബി എംപ്ലോയ്ഡ് ഇൻ ഓൾ സിറ്റുവേഷൻസ്. എല്ലാ സിറ്റുവേഷനിലും ഇത് നടപ്പിൽ വരുത്താനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് പേഴ്സണൽ ഒബ്സർവേഷൻസ്. ആൻഡ് ദ സെക്കൻഡ് ടെക്നിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. സി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇൻ ദ ഫോം ഓഫ് an average, ratio, correlation, etc. that present useful information to the managers regarding the performance at various areas of the organizations. See, it provides the information for inter-firm comparison and future decision making. So, statistical report എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ആവറേജ് റേഷ്യോസിൻ്റെയും കോറിലേഷൻ്റെയും ഒക്കെ രീതിയിൽ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അത് useful information to the matters regarding the performance at various areas of the organizations. ആൻഡ് അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻസ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇന്റർഫേം കമ്പാരിസണും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. നെക്സ്റ്റ് വൺ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നിങ്ങൾ ഓൾറെഡി എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലേ. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഇസ് ദ ടെക്നിക്സ് യൂസ്ഡ് ബൈ ദ മാനേജേഴ്സ് to study the relationship between cost, volume and profit. Cost, volume and profit. So it determines the probable profit and loss at different levels of activities. So the sales volume at which there is no profit or loss is known as break-even analysis. Break-even analysis, that is total revenue is equal to total cost. See, break-even analysis നമ്മൾ ഓൾറെഡി എക്കണോമിക്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അതായത് break-even analysisൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. ഇത് നമ്മളുടെ റിലേഷൻഷിപ്പ് ആണ് ഈ break-even analysisൽ നമ്മൾ പഠിക്കുന്നത്. സോ അത് പറയുന്നത് ഇതാണ്, ഇറ്റ് ഡിറ്റർമൈൻ ദ പ്രോബബിൾ പ്രോഫിറ്റ് ആൻഡ് ലോസസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. ഓരോ ആക്ടിവിറ്റീസിലും എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, എത്രത്തോളം ലോസസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ കാണിക്കാൻ പറ്റും. സോ ദ സെയിൽസ് വോളിയം അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. സെയിൽസ് വോളിയം അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് നോ ലോസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂവിന് ഈക്വൽ ആവുമ്പോഴാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനൊരു ചാർട്ട് ഉണ്ട്, ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ടിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എങ്ങനെ നമുക്ക് ഒരു ചാർട്ടിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും? എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. ഇവിടെ നമുക്ക് ഇതൊരു ചാർട്ടിന്റെ രൂപത്തിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് പ്രസന്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെ റവന്യൂ കൊടുക്കാം അല്ലെങ്കിൽ കോസ്റ്റ് കൊടുക്കാം. സോ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അത് കോൺസ്റ്റന്റ് ആണ്, അത് എപ്പോഴും ഇങ്ങനെ പോകുന്നതാണ് അല്ലെ. ഇതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഇങ്ങനെ പോകുന്നു, അതുപോലെ തന്നെ ഇവിടെ നിന്നും ടോട്ടൽ റവന്യൂ ഇങ്ങനെ പോകുന്നു. ടോട്ടൽ കോസ്റ്റ് ഇവിടെ ഇങ്ങനെ പോകും, ടോട്ടൽ റവന്യൂ ഇത് ഇങ്ങനെ പോകും. ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പാർട്ടാണ് നമ്മൾ ആക്ച്വലി ഏതെന്ന് പറയുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ടോട്ടൽ റവന്യൂ. ദിസ് ടോട്ടൽ റവന്യൂ, ഹിയർ ഇറ്റ് ഈസ് ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ. സോ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ മനസ്സിലായി. അപ്പോൾ ഈ
ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്ടാണ് ആക്ച്വലി ബ്രേക്ക് ഈവൻ പോയിന്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്നാണ് പറയുന്നത്. ഇത് കോസ്റ്റും റവന്യൂവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക, ആ പോയിന്റ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിനർത്ഥം അവിടെ എന്തല്ല, ഫേം പ്രോഫിറ്റിലും അല്ല ലോസിലും അല്ല എന്നുള്ള അവസ്ഥയാണ് പറയുന്നത്. മനസ്സിലായോ? ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് കണക്കാക്കുന്ന ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് divided by selling price per unit minus variable cost per unit. So എന്താണ് ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് അനാലിസിസ് enables the management to have check on the variable cost and also determine the level of activity at which firm can make it target profits. Okay, that is അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്ന ടെക്നിക്സിൽ വരുന്നത്, ട്രഡീഷണൽ ടെക്നിക്സിൽ വരുന്നത്. ഇനി അടുത്ത ട്രഡീഷണൽ ടെക്നിക്സ് ആണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് statement for definite period of time for the purpose of obtaining a given objectives. See, budgeting means the process of preparing budget. So budgetary control is the techniques of controlling the activities of an organization with the help of budget. ബഡ്ജറ്റിന്റെ സഹായത്തോടു കൂടിയിട്ട് ഒരു ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്സ് ആണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്ററി സ്റ്റാൻഡേർഡ്. സോ കമ്പാരിസൺസ് റിവീൽസ് reason for the variance to take corrective actions to achieve the organizational objectives. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്യുന്നു അല്ലേ. കമ്പാരിസൺ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഈ ബഡ്ജറ്റഡ് വണ്ണും ആക്ച്വൽ വണ്ണും തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡീവിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബഡ്ജറ്ററി കൺട്രോൾ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ബഡ്ജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ബഡ്ജറ്ററി കൺട്രോൾ ഗൈഡ് ദ മാനേജ്മെന്റ് ഇൻ പ്ലാനിങ് ആൻഡ് policy formulations. Second one, it facilitate management by exemption by identifying area which require special attentions. Okay, and then third one, it result the coordinated effort of all individuals and department of the organizations. And fourth one, it aims maximization of profit through cost control and proper utilization of resources. And then it is a good guide to the management for making future plan, and it minimize wastage and losses and hence increase the productivity. These are the advantages of budgetary control. I think all are clear the traditional techniques of controlling. So next one, modern techniques. എന്തൊക്കെയാണ് മോഡേൺ ടെക്നിക്സിൽ വരുന്നത്? ദാറ്റ് ഈസ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റേഷ്യോ അനാലിസിസ്, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, PERT and CPM, and management information system. I'll first one, return on investments. See, return on investment is a yardstick for measuring the efficiency of the business to earn reasonable amount of return on capital investment. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ട് രീതിയിൽ തന്നെ അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ഒരു ടെക്നിക്സ് ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓർ ഇറ്റ്സ് ഡിപ്പാർട്ട്മെന്റ്സ്. എങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്സ് കണക്കാക്കുക? സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു നെറ്റ് income divided by total investment into 100. ഇങ്ങനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കുന്നത്. സോ നെറ്റ് ഇൻകം മേ ബി എന്താവാം, എയ്തർ ദ പ്രോഫിറ്റ്
ബിഫോർ ടാക്സ് ഓർ ആഫ്റ്റർ ടാക്സ് ആവാം. സോ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ബോത്ത് വർക്കിംഗ് ആസ് വെൽ ആസ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദി ബിസിനസ്. വർക്കിംഗ് ക്യാപിറ്റലും ഫിക്സഡ് ക്യാപിറ്റലും രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാവാം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ എ ഹൈ റേഷ്യോ ആണെങ്കിൽ ഇംപ്ലൈസ് ബെറ്റർ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കണക്കാക്കിയിട്ട് ഹൈ റേഷ്യോ ആണ് കാണിക്കുന്നതെങ്കിൽ അതിനർത്ഥം ഓർഗനൈസേഷന്റെ പെർഫോമൻസ് സൂപ്പർ ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ റേഷ്യോ അനാലിസിസ്. അടുത്ത ഒരു മോഡേൺ ടെക്നിക്സ് ആണ് ഏത്? റേഷ്യോ അനാലിസിസ്. എന്താ റേഷ്യോ അനാലിസിസിൽ ചെയ്യുന്നത്? റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗറുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അരിത്തമെറ്റിക് ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഏത് പറയുക? റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ റേഷ്യോ അനാലിസിസ് റെഫേഴ്സ് ടു അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ത്രൂ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷ്യോസ്. റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ അനലൈസ് ചെയ്യുന്നതാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ഷോർട്ട് ടേം സോൾവൻസി എത്രയുണ്ട് എന്നുള്ള മെഷർ ചെയ്യാനാണ് ലിക്വിഡിറ്റി റേഷ്യോ യൂസ് ചെയ്യുന്നത്. എബിലിറ്റി ടു മീറ്റ് ദ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്, അതിനകത്ത് വരുന്ന റേഷ്യോസ് കറന്റ് റേഷ്യോയും ക്വിക്ക് റേഷ്യോയും ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് സോൾവൻസി റേഷ്യോ. സി റേഷ്യോ വിച്ച് ആർ കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ദ ലോങ് ടേം സോൾവൻസി ഓഫ് ദ ബിസിനസ് ആർ നോൺ ആസ് സോൾവൻസി റേഷ്യോ. സോൾവൻസി റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു ഫേമിന്റെ ലോങ് ടേം സോൾവൻസി കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ദിസ് റേഷ്യോ ഡിറ്റർമൈൻ എബിലിറ്റി ഓഫ് ബിസിനസ് ടു service its indebtedness. See examples വരുന്നത് debt equity ratio, proprietary ratio, interest coverage ratio, ഇങ്ങനെയൊക്കെ ഇതിനകത്ത് വരും. The next ratio ആണ് profitability ratio. See these ratios are calculated to analyze the profitability in relation to the sales or capital investment in the business. For example, gross profit ratio, net profit ratio, return on capital employed വരുന്നത്. Next one turnover ratio. അപ്പോൾ turnover ratio means it is calculated to determine the efficiency of operation. Efficiency of operation based on effective utilization of resources. Resources effective ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാനാണ് ഈ ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഹൈ ടേൺ ഓവർ ആണെങ്കിൽ ബെറ്റർ ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. Okay, and the next one is the responsibility accounting. Responsibility accounting എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a system of accounting in which different sections or departments or divisions in an organization are taken as responsibility centers. ഒരു ഓർഗനൈസേഷനകത്തുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവിഷൻസിനെ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആയിട്ട് എടുക്കുന്നു. ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് സെൻറ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ അച്ചീവിങ് ടാർഗറ്റ് ഫിക്സഡ്. ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അറ്റൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാത് റെസ്പോൺസിബിലിറ്റി അതാത് സെൻറ്ററിൽ ചാർജുള്ള ആളുകൾക്കായിരിക്കും. സോ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആർ ദി ഫോളോയിങ് ടൈപ്സ്. ദ ഫസ്റ്റ് വൺ കോസ്റ്റ് സെന്റർ ഓർ എക്സ്പെൻസ് സെന്റർ. സോ കോസ്റ്റ് സെന്റർ ഈസ് ദ സെഗ്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ in which managers are held responsible for cost incurred. അല്ലേ, അവിടെ എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് എന്നുള്ള ഫുൾ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ആ സെക്ടറിലുള്ള ആ സെക്ഷനിൽ വരുന്ന മാനേജർക്കായിരിക്കും. സോ ഇൻ ദി സെന്റർ ബട്ട് നോട്ട് ഫോർ ദി റവന്യൂ. സോ ഇൻ എ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ കോസ്റ്റ് സെന്റർ.
Okay, and then next one, revenue center. See, a revenue center is the segment of organization which is primarily responsible for generating revenue. Revenue generating ഉള്ള responsibility ഇവർക്കായിരിക്കും. So marketing department of an organization may be classified as the revenue center അല്ലേ. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷൻ്റെ റവന്യൂ സെന്റർ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് സെന്റർ. സി, പ്രോഫിറ്റ് സെന്റർ ഈസ് എ സെഗ്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ whose manager is responsible for both revenue and cost. റവന്യൂവിനും കോസ്റ്റിനും റെസ്പോൺസിബിൾ ആണ് ഈ സെന്ററിലുള്ളവർ. Example, repairs and maintenance departments may be treated as the profit center provided it bills other department in the organization for the service rendered to them. Okay, and the next one is that investment center. This center is not only responsible for profit but for investment made in the terms of assets. So the investment is separately calculated and return on investment is taken as the basis for judging the performance of center. ഈ സെൻറ്ററിൻ്റെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സെൻറ്ററിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. നെക്സ്റ്റ് ടെക്നിക്സ് ആണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് refers to systematic appraisal of overall performance of management of an organization. ഒരു ഓർഗനൈസേഷനകത്തുള്ള മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് വിലയിരുത്തുന്നതാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഈസ് ടു റിവ്യൂ ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ് ദ പെർഫോമൻസ് ഇൻ ഫ്യൂച്ചർ പീരീഡ്. അല്ലേ, മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എത്രയുണ്ടെന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതിനകത്ത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. സോ ഇറ്റ് ഈസ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ ഡെഫിഷ്യൻസി ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്. സോ ദസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഇവാലുവേഷൻ ഓഫ് ഫംഗ്ഷനിങ്, പെർഫോമൻസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ്. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ഇറ്റ് ഹെൽപ്സ് ടു ലൊക്കേറ്റ് പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഡെഫിഷ്യൻസി ഇൻ ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കുന്നു. ഇറ്റ് സജസ്റ്റ് ദ വേസ് ആൻഡ് മീൻസ് ഓഫ് ഇൻക്രീസിങ് മാനേജീരിയൽ എഫിഷ്യൻസി and it improve the coordination in the function of various departments so that they work together effectively towards the achievement of organizational objectives. And then it ensure updating of existing managerial policies and strategies in the light of environmental changes. Okay, അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ, നെറ്റ്വർക്ക് ടെക്നിക്സ്, ദാറ്റ് ഈസ് PERT and CPM. See, PERT means Program Evaluation and Review Techniques. CPM means Critical Path Method. So are important network techniques useful in planning and controlling. Planning and controlling use ചെയ്യുന്ന രണ്ട് ടെക്നിക്സുകളാണ്. So these techniques are especially useful for planning, scheduling and implementing time-bound project involving the performance of variety of complex, diverse and interrelated activities. അപ്പോൾ മനസ്സിലായത് ഈ ടെക്നിക്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബോത്ത് ആർ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് ആണ് അസിസ്റ്റിംഗ് ഇൻ ദ പ്രോജക്റ്റ് കംപ്ലീഷൻസിന് വേണ്ടിയിട്ട്. So these techniques concentrate on time scheduling and resources allocation and aim at effective project execution within the time frame and cost. Okay, ഇതിനകത്ത് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് PERT CPMന്റെ സ്റ്റെപ്സ് പറയുന്നത്, ഫസ്റ്റ് വൺ, അറേഞ്ച് ഓൾ ആക്ടിവിറ്റീസ് ഇൻ എ logical sequence. Okay, second one, a network diagram is prepared to show the sequence of activities and the starting point and termination point of the project ചെയ്യണം. And then 3 times estimates that optimistic, most likely and pessimistic are made. Okay, the longest path in the network is identified and critical path, and all activities lying in the critical path are called critical activities എന്നാണ് അതിന് പറയുക. ഓക്കെ, പ്ലാൻ may be modified for prompt execution and timely completion of the project.
ഓക്കെ. ആൻഡ് ദെൻ ഈ പെട്ടും CPM ആർ ഇത് യൂസ് ചെയ്യുന്ന CPM ആർ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ഏരിയാസ് എവിടേക്ക് വെച്ചാൽ ഷിപ്പ് ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ഇവിടെയൊക്കെയാണ് ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രോഗ്രാം ഇവാലുവേഷൻ ടെക്നിക്സ് ഒക്കെ റിവ്യൂ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ലെസൺ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. MIS മീൻസ് computer based information system that provide information and support for effective managerial decision making. Okay, so management information system as an important communication tool for the manager. So management information is also serving as an important control techniques. So it provides the required information to the managers at right time so that appropriate corrective actions may take in case of deviation from the standard. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളതെല്ലാം ഇത് MIS പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ടാവും? അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻ ഓൾ ലെവൽസ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ വിത്ത് വിച്ച് മാനേജർ വർക്ക്സ്. And then it ensure cost effectiveness in managing the informations. And then managers are free from information overloaded. And it facilitates collection and distribution of information among different levels of management. So these are the advantages of management information system. I think all are clear. ഓക്കെ. ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. 8th ലെസൺ തീർന്നിരിക്കുകയാണ്. ഓക്കെ. അതായത് നമ്മളുടെ പാർട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ബുക്ക് തീർന്നിരിക്കുകയാണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇനി നമുക്ക് ഒരു പാർട്ട് ബിയും കൂടി എടുക്കാനുണ്ട്, അതായത് സെക്കൻഡ് പാർട്ടും കൂടി എടുക്കാനുണ്ട്. ഓക്കെ. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കുറച്ച് 5 ചാപ്റ്ററോളം നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ.